നല്ല ടയർഡാന്ന് ഞാൻ ആദ്യം തൊട്ടേ ചോദിക്കുന്നുണ്ട്, രാവിലെ തൊട്ടേ ഈ പ്രൊമോഷൻ പരിപാടികളാകുമ്പോഴേ. പക്ഷെ ഇപ്പൊ അശ്വിനും നിങ്ങളൊക്കെ നിൽക്കുമ്പോഴേക്കും ഇത് ഹ്യൂമറായിട്ട് പോയില്ലെങ്കിൽ അത് വേറെ പ്രശ്നം. അതുകൊണ്ട് ഇത് നമുക്ക് മാക്സിമം ലൈറ്റായിട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശം. എന്നാലും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആദ്യം ഞാൻ ലുക്മാനോട് തന്നെ തുടങ്ങാം. ഇപ്പം അഞ്ചക്കള്ളക്കുക്കാൻ, പെരുമാനി, ഈ പടങ്ങൾ തിയേറ്ററുകളിൽ ഞാൻ പോയി കാണുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്, അഞ്ചക്കള്ളക്കുക്കാൻ കാണുമ്പോൾ വലിയ ആൾക്കൂട്ടം ബഹളങ്ങളില്ലായിരുന്നു. പെരുമാനി അതേ അവസ്ഥയായിരുന്നു. ഈ രണ്ട് പടങ്ങളും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ആളുകൾ എത്തുന്നില്ല എന്നൊരു ചോദ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കാന്നല്ലാതെ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നീട് റിലീസിന് ശേഷവും നല്ല റെസ്പോൺസ് അഞ്ചക്കള്ളക്കുക്കാനാവട്ടെ പെരുമാനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഓഡിയൻസ് വരുന്നതിനുള്ളൊരു എന്താണ് കാരണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അത് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അല്ല, അതെന്താണെന്ന് വെച്ചാൽ സിനിമ സക്സസ് ആവുക, സിനിമ ഹിറ്റാവുക എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമ നന്നാവുക എന്നതിനപ്പുറം വേറെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതില്ല, നമ്മൾ ഹിറ്റായ സിനിമകളെല്ലാം നല്ലതും അല്ല, എന്നാൽ ഫ്ലോപ്പായ സിനിമകളെല്ലാം മോശമല്ല. അത് ചിലപ്പോൾ നല്ല സിനിമകൾ ഹിറ്റാവാതെ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മോശം സിനിമ നമുക്ക് ഈ പടം ഹിറ്റായി എന്ന് ചോദിക്കുന്ന സിനിമകൾ വലിയ രീതിയിൽ ഹിറ്റായിട്ടുണ്ടാവും. എന്റെ പടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായി, ഈ പടം ഹിറ്റായോ അല്ലെങ്കിൽ ഈ പടം നല്ലതായിരുന്നു എന്നൊക്കെ. ഇതെന്താ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ നമ്മൾ നേരത്തെ ഞങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു, നമ്മൾ ക്രൂ കാണുന്ന ഒരു ഫീലേ അല്ല ഒരു വേറൊരു നമ്മളൊന്നും അറിയാത്ത കുറെ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ഇതിനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അത് OTT വരുമ്പോഴും ഇത് ഭയങ്കര പേഴ്സണൽ വാച്ചാണ്. ഓരോരുത്തർ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു 4 പേര് അവർ ഫാമിലി ഇരുന്ന് മാത്രം കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് എൻജോയ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ ഇത് എൻജോയ് ചെയ്യുമ്പോഴുള്ള സറൗണ്ട് എല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ മാറി തുടങ്ങിയല്ലോ ഒരു തിയേറ്റർ വൈബ്, തിയേറ്റർ കൾച്ചർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയുള്ള സിനിമകളായിരിക്കണം, ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്താണ്, എങ്ങനെയുള്ള സിനിമകളായിരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഫിലിം മേക്കേഴ്സും ഫിലിമുമായി ബന്ധപ്പെട്ട എല്ലാവരും ആ ഡൗട്ടിലാണ് അതെന്താണെന്നുള്ളത്. അത് എപ്പോഴും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല തിയേറ്റർ സക്സസ്. കാരണം അത് നമ്മുടെ കയ്യിലല്ല, നമ്മളത് ജനങ്ങളുടെ പൊതു സ്ഥലത്തോട് കൊടുക്കുകയാണ്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് വെല്ലുവിളി തന്നെയാണ്. അത് ചിലപ്പോൾ വർക്കാവാതെ പോവും, ചിലപ്പോൾ OTT വർക്കാവും, നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും, ഇതായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് വീണ്ടും ട്രൈ ചെയ്യും. ആ ട്രൈയിങ് ഇങ്ങനെ തുടരാന്നല്ലാതെ നമുക്കതൊരു സൊല്യൂഷൻ എത്തുക എന്നുള്ളൊരു പോയിന്റ് ഇല്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നമ്മൾ ഈ സിനിമകൾ ചൂസ് ചെയ്യുമ്പോഴേ ഇത് ഇപ്പം ലുക്മാൻ നായകനായിട്ട് മാത്രമല്ലോ നിൽക്കുന്നത്, ഹീറോ, കോ ആക്ടറോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആക്ടർ എല്ലാ രീതിയിലും ചെയ്യാറുണ്ടല്ലോ. അത് നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുക, അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ നായകനാവുക എന്നുള്ള രീതിയിലൊന്നും ഇല്ല. വരുന്ന സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. അത് വരുന്ന എല്ലാ സ്ക്രിപ്റ്റുകളും ചൂസ് ചെയ്യാന്നല്ല, വരുന്നത് നമുക്ക് വർക്കാവുന്നത്, നമുക്ക് നല്ലതെന്ന് തോന്നുന്നത്, നമുക്ക് ചെയ്യാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ചിലത് നന്നാവും, ചിലത് പാളും എന്നുള്ളതാണ്. ബേസിക്കലി നമ്മുടെ ആദ്യം മുതലുള്ള ആഗ്രഹം സിനിമയിൽ അഭിനയിക്കാന്ന് മാത്രമായിരുന്നു. പിന്നീടാണ് എപ്പോഴോ നമുക്ക് ആഗ്രഹം വന്നു നായകന എന്നുള്ള ഹീറോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സും പിടിച്ചു നോക്കുന്നുണ്ട്. ഒപ്പം സിനിമ നമുക്ക് എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അങ്ങനെ പോകും. പ്രേക്ഷകർ എന്ത് തീരുമാനിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീരുമാനം. പക്ഷെ പ്രേക്ഷകർ എപ്പോഴും ഒപ്പം ഉണ്ടെന്ന് തന്നെ. ഞാനിപ്പോ 10 വർഷത്തോളം സിനിമയിൽ നിന്നപ്പോഴും എനിക്ക് മനസ്സിലായത്, പ്രേക്ഷകർ അങ്ങനെ എനിക്ക് കുറെ എക്സ്ക്യൂസസ് തരാറുണ്ട്, എന്റെ ഒപ്പം നിൽക്കാറുണ്ട്. എന്റെ വളർച്ചയിലും ഇൻ ദ സെൻസ് ആസ് എൻ ആക്ടർ വളരുന്നതിലും അവരെന്നെ നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പ്രേക്ഷകരൊപ്പം നിന്ന് അവരുടെ ഇടയിൽ ഒരാളായിട്ട് തന്നെയാണ് എന്നെ കാണുന്നത് എന്നുള്ളത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പല ആളുകൾ പുറത്തുനിന്ന് കാണുമ്പോഴും ലുക്കോ എന്നൊക്കെ വിളിച്ചിട്ട് വരും. അപ്പൊ ഞാൻ നമ്മള് നീ എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ഇടയിലുള്ള ഒരാളായി എന്നൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കും. ആ ഇമേജ് അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അങ്ങനെ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ അവർ കാണുന്നത്. തൊട്ടടുത്ത വീട്ടിലെ പേര് ഇത് സ്വന്തം വീട്ടിലെ പേര് ഉണ്ടല്ലോ. ദൃശ്യം നമ്മള് മാവേലി വർഷത്തിൽ ഒരിക്കൽ വരും. ദൃശ്യം എവിടെയാണ്? ഞാൻ കമന്റ്സ് കാണുമ്പോഴേ അല്ലെങ്കിൽ നമ്മളിത് ആലോചിക്കുമ്പോഴാണ് ദൃശ്യം വരും പോകും, പിന്നെ വരും പോകും. ഇത് എവിടെ പോകുന്നത്? അത് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വരലും പോകലും അങ്ങനല്ല. അത് ഞാൻ ഒരു മേജർ ബ്രേക്ക് എടുത്തത് ഞാൻ ഹാപ്പി വെഡിങ് കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് +1 +2 ആ ഒരു ടൈം ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് സിനിമയെ കുറിച്ച് അധികമൊന്നും നോളജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എന്റെ പ്രൊഫഷൻ എങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് ഒരു അറിവ് വേണമെന്ന് തോന്നി. അങ്ങനെ ഡിഗ്രി പെർസ്യൂ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിലും ചിലത് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല, ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഞാൻ അറിയുന്നില്ല. കാരണം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ആരുടെ കയ്യിലും അങ്ങനെ ഞാൻ അത്ര ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണും അല്ല. കുറെ പേർക്ക്
പുള്ളിക്ക് എന്റെ നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ഈ കുറെ ആയിട്ട് ഞാൻ ഇങ്ങനെ അറിയുന്നുണ്ടാവും, അന്ന് ഒരു പ്രോജക്റ്റിന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. വേറെ ആരും കല്യാണം കഴിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ കണ്ടു, അത് കല്യാണം കഴിച്ചു പോയി, അതുകൊണ്ടാണ് ടീച്ചർ ഗ്യാപ്പ് എടുത്തത്. ഫേക്ക് ന്യൂസ്, അത് ഫേക്ക് ന്യൂസ്. അതിന് കമന്റ് ഓർമ്മ അതെ ആ കമന്റിന്റെ താഴെ തന്നെ ഫേക്ക് ന്യൂസ് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. ഇത് വേറെ അങ്ങനെ. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത പഠിച്ചതും സിനിമയാണ്. ഡിഗ്രി ബാംഗ്ലൂർ പഠിച്ചതും സിനിമയാണ്. ഫിലിം മേക്കിംഗ് ആയിരുന്നു. അശ്വിനെ ഇപ്പൊ ഞാനിപ്പോ അരമണിക്കൂർ മുമ്പ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ അശ്വിന്റെ ഒരു റീൽ അവിചാരിതമായി വന്ന കേട്ടോ. അത് വന്നത് അശ്വിനും അമ്മയും കൂടെ ഉള്ള ഒരു മറ്റേ കിട്ടിയല്ലേ? ഞാൻ അല്ലെങ്കിൽ തള്ളാന്ന് വിചാരിക്കും പറയുന്നത്. നമ്മൾ ഈ സ്റ്റേജിലുള്ള അശ്വിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വരുന്നുണ്ടോ? അത് എന്താണ്? അല്ല, സ്റ്റേജ് എന്ന് പറയുമ്പം ഈ ചാനലിലൊക്കെ വന്നത് ആക്ച്വലി സിനിമയിലേക്ക് വരാനുള്ള വഴിയായിരുന്നു. അത് ഞാൻ ആ ചാനലിൽ കയറുന്നതിൻ്റെ മുമ്പ് ഫസ്റ്റ് ഡേ ബമ്പർച്ചിരിയുടെ ആദ്യത്തെ ഡയറക്ടർ ശ്രുതി പിള്ളയാണ്. ശ്രുതി മാഡത്തിനോട് ഞാൻ ആദ്യം ഞങ്ങൾ പേഴ്സണലി ഇരിക്കും കണ്ടസ്റ്റൻസ് ആയിട്ട് ഡയറക്ടർ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പേഴ്സണലി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, മാം സിനിമയിൽ കയറാൻ ഉള്ള വഴിയാണ്, സിനിമയിലേക്ക് ഒരു സ്പേസ് കിട്ടിയാൽ ഞാൻ പോകും എന്നുള്ളത്. ഞാൻ ഓൾറെഡി വരില്ല എന്നുള്ളതല്ല, നമ്മളെല്ലാവരും ഒരു അപ്ഡേറ്റ് ആവണം, അല്ലെങ്കിൽ മുകളിലോട്ട് പോകാൻ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ ചാനലിലും അവിടെയൊക്കെ മിക്ക ആളുകളും ഷോ ചെയ്യുന്നതും പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ നാളെ ഒരു നല്ല സിനിമ വരും, അതുവഴി രക്ഷപ്പെടാം എന്നുള്ളൊരു സേഫ് സോണിൽ തന്നെയാണ്. എൻ്റെ ലക്ഷ്യം സിനിമ എന്നുള്ളത് തന്നെയാണ്. സിനിമയിലേക്കുള്ളൊരു വഴിയാണ് എനിക്ക് ആ ഷോ. അപ്പം അത് ആ സ്പേസിൽ ഇപ്പം വ്യക്തമായിട്ട് നിൽക്കാൻ പറ്റുന്നതുകൊണ്ടാണ് തിരിച്ച് അത് ചെയ്യാൻ പറ്റാതെ. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പുറകോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നേന്നും തുടങ്ങണം, ഉണ്ടാക്കി വരില്ലേ ഓരോന്ന്. അതുകൊണ്ടാണ് സുഖമായിട്ടിരിക്കുന്നു വീട്ടിലുണ്ട്. ഒരാള് ചോദിച്ചു ഇല്ല, അത് നല്ല ചോദ്യം. പാട്ട് നിർത്താന്ന് പറഞ്ഞ പോലെ ഇതാ പറഞ്ഞ നിങ്ങൾ നല്ല ക്ഷീണം ഉണ്ടാവുന്നുള്ളത്. പക്ഷെ നമുക്ക് ഇപ്പൊ അതിവീരാമനിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടോപ്പ് കമന്റിൽ ഞാൻ കണ്ടൊരു സാധനം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ പടം മുഴുവൻ ട്രെയിലറിൽ ഉണ്ടല്ലോ എന്നുള്ളതാണ് ടോപ്പ് കമന്റ് ആയിട്ട് നിൽക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ? അത് ഉറപ്പായിട്ടും അത് എനിക്ക് തോന്നുന്നു പടത്തിന്റെ ഒരു ഷെയ്ഡ് മാത്രമേ, പടത്തിന്റെ മേജർ ഏരിയകളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ ആളുകൾ അങ്ങനെ പറയുന്നത് ഒരു കണക്കിന് നല്ലതാണ്. സന്തോഷം. ആളുകൾ അതിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, നമ്മുടെ ട്രെയിലറിന് അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോ ഫുൾ കഥ ഇങ്ങനെ ഒരു പ്രണയം അത് ബ്രേക്കപ്പ് ആവുന്നു, അങ്ങനെ തീരുന്നു, അങ്ങനെ അത് മാത്രമാണോ? പലരും ചോദിച്ചാൽ അതൊരു എൻഡ് പോലെ ആണ് ട്രെയിലറിൽ തോന്നുന്നത്, അങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ അതല്ല, എന്തായാലും ഒരു ട്രെയിലറിൽ ഒരു സിനിമ മൊത്തം ആരും അപ്പോ ഓഫ്കോഴ്സ് അത് അങ്ങനെ ചർച്ച എടുക്കുന്ന സത്യത്തിൽ സന്തോഷം, നല്ല കാര്യമാണ്. ഞാൻ ഇപ്പൊ സീസണിലൊക്കെ സംസാരിച്ചപ്പോ എല്ലാവരും പറഞ്ഞത് അങ്ങനെ വിചാരിക്കട്ടെ, അങ്ങനെ വിചാരിച്ച് പടം കാണാൻ പറ്റും. അതാണല്ലോ ഒന്നുകൂടി നല്ലത്, നമുക്ക് സേഫ്. പക്ഷെ അല്ലാതെ സാധനങ്ങളുണ്ട്, 2.5 മണിക്കൂർ പടം ഉണ്ടല്ലോ. അങ്ങനെയല്ല, 2 മിനിറ്റ് കൊണ്ട് നമ്മള് ഒരു പ്രണയ സിനിമയാണ് ഇതെന്ന് മാത്രം നമ്മൾ കൺവേ ചെയ്യാൻ മാത്രം. എനിക്ക് അതിന്റെ മേജർ ഏരിയകളിലൊന്നും അതിൽ കാര്യമായിട്ട് ഇല്ലാന്ന് തോന്നി. ഇല്ല. അപ്പൊ അതും നോർമൽ ട്രെയിലർ, നോർമൽ നോ ഫേക്ക് ന്യൂസ്. ഇപ്പൊ ലുക്മാനെ കിട്ടിയപ്പോ നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പ്രേക്ഷകരോട് പറഞ്ഞപ്പോ അവർ ആദ്യം ചോദിച്ചത് തല്ലുമാല 2 ഉണ്ടോ എന്നുള്ളതാണ്. അത് എന്റെ ചോദ്യമല്ല, പ്രേക്ഷകരുടെ ചോദ്യം ആയതുകൊണ്ട് മാത്രം. അങ്ങനെ ടോക്സ് വല്ലതും നടക്കുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നതാണ്. അല്ല, ചോദിക്കാറുണ്ട്, അതിങ്ങനെ ഡിസ്കഷൻ നടക്കാറുണ്ട്. പിന്നെ അത് എങ്ങനെ നിന്ന് പോകും, പിന്നെ ഡിസ്കഷൻ നടക്കും, പിന്നെ അത് എന്താ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അതില്, അത് നടന്നു വരാന്നുള്ളത്. അതിന്റെ എല്ലാ സൈഡും കൂടി വരുമ്പോ ചിലപ്പോ നടക്കുമായിരിക്കാം. അതിഭീകരമാണ്. സാധാരണ ഈ ടൈറ്റിൽ വെച്ച് പിടിക്കാറുണ്ടല്ലോ. ഇപ്പൊ പേടിത്തൊണ്ടനാണ് എന്നുള്ളത് ട്രെയിലറിൽ ഒരു ഹിന്റ് വരുന്നുണ്ട്. ഇപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനോട് പോയി പ്രണയം തുറന്ന് പറയാൻ സംസാരിക്കാൻ ജീവിതത്തിൽ എങ്ങനെയാണോ? യഥാർത്ഥ ജീവിതത്തിൽ കുറച്ചൊക്കെ എവിടെ എങ്ങനെ അതാണ് അതെ, എന്തെങ്കിലും അത് കൊള്ളാം, എന്തേലും ഉണ്ട് അത് അല്ല. അത് കൊള്ളാം. ഈ ക്യാരക്ടർ അങ്ങനെ റിയൽ ലൈഫ് ആയിട്ട് ഒരു ബന്ധമില്ല ക്യാരക്ടറിന്.
അല്ല ബന്ധമില്ല. അത് അത്ര പാവോ നിഷ്കളങ്കനൊന്നുമല്ല. ഭയങ്കര കുരുത്തക്കേട്. ഭയങ്കര കുരുത്തക്കേടാണ്. കുരുത്തക്കെട്ട ചെക്കൻ. സ്ത്രീകളോട് എങ്ങനെയാണ്? അല്ല അങ്ങനെ ബാഡ് ആയിട്ടുള്ള രീതിയിലല്ല കേട്ടോ. സ്ത്രീകളോട് അല്ല ഞാൻ സീരിയസ് ആയി പറഞ്ഞു. സ്ത്രീകളോട് ഉറപ്പായിട്ടും നമ്മള് അല്ല, ഇഷ്ടം എല്ലാ മനുഷ്യന്മാരോടും തോന്നിയ പെരുമാറും. മുൻപേ പ്രണയം തുറന്നു പറയാൻ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്രണയം പ്രണയം തുറന്നു പറയാൻ ഓഫ്കോഴ്സ് നമ്മളെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പൊ എത്ര വലിയ ഭീകര എത്ര എല്ലാവരുടെ വലിയ ലൈഫിൽ ഭയങ്കര ബ്രോന്റെ ലൈഫിലുണ്ടാവും വേണമെങ്കിൽ. ഉറപ്പല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ എത്ര വലിയ ധൈര്യവാനം എന്താന്ന് പറഞ്ഞാലും പെൺകുട്ടിയുടെ മുന്നിൽ പ്രപ്പോസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രപ്പോസ് അല്ല കൂടുതലുള്ളവരുടെ പറയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റായിരിക്കും. ഭയങ്കര ഇതായിരിക്കും. കാരണം സ്വന്തം കാര്യം വന്ന് വിറയ്ക്കും. സ്വന്തം കാര്യം വന്ന് വിറയ്ക്കും. സ്വന്തം കാര്യം എല്ലാരും അങ്ങനെയാ. ആദ്യമൊക്കെ ഒന്ന് വിറക്കും, പിന്നെ അതൊരു 2-3 ആയാൽ നമ്മളിതില് ഭയങ്കര പ്രോ പ്രോ ആവും. ഒക്കെ റിജക്ഷൻ കിട്ടിയ ഒരു 3 റിജക്ഷൻ കിട്ടി 4ാമത്തെ പോയി വരും ഹലോ പറയാൻ പറ്റുമോ? പക്ഷെ ആദ്യത്തെ ഭയങ്കരമായിരിക്കും. അതുപോലെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? മിസ്സായി പോയ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ട് റിജക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. വെളിപ്പെടുത്തണ്ട. അത് ഓരോ നമ്മുടെ ഓരോ പ്രായങ്ങളില് എല്ലാ അത് മനുഷ്യന്മാരും വെളിപ്പെടുത്തിയ അവൻ തന്നെ വന്ന് കമന്റ് ചെയ്യും. നോ ഫേക്ക് കമന്റ് ചെയ്യും. ഇല്ല, ദൃശ്യോട് വന്ന ഒരു ഭയങ്കര ഒരു കാമുകൻ കുറെ നാള് സ്റ്റോക്ക് ചെയ്ത് അല്ലെങ്കിൽ പുറകെ നടന്ന ഒരാൾ, കാമുകൻ എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഒരു സ്റ്റോക്കർ അല്ലെങ്കിൽ ഇതുപോലെ ഭീകരൻ ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിട്ടുണ്ട്. വിഷമത്തോടെ ഇല്ല. ഇല്ല എന്നിട്ടാ. അവള് സെർച്ചിങ്ങിലാണ്. അതെ അതെ നീ അതൊന്നും പറയല്ലോ ഇവിടെ. ഇല്ലില്ല, സെർച്ച് ചെയ്യുന്നില്ല. പുറമേ ഞാൻ സിഗ്മ എന്നൊക്കെ പിന്നെയാണ് കല്യാണം കഴിയുന്ന വാർത്തയൊക്കെ പറഞ്ഞില്ലേ ഫേക്ക് ന്യൂസ്. കിട്ടാൻ വരുന്നുണ്ട്. എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല ആ വാർത്ത കേട്ടോണ്ടിരിക്കും. അല്ല അത് ചിന്തിക്കൂല. ഒരു റൈറ്റ് പോസ്റ്റിനെ കാണുമ്പോ എന്താവും അങ്ങനെ കാണട്ടെ. എനിക്ക് ഇത്തരം കമ്മിറ്റ്മെന്റ്സിന്റെ കഥകളൊന്നും ഇല്ല ആക്ച്വലി. അല്ല ഇങ്ങനെ ഇത്തരം പ്രണയം കണക്ട് ചെയ്തുകൊണ്ടുള്ള കഥകളൊന്നും ഇല്ല. അല്ലാതെ എനിക്ക് ചെറുക്കന്മാരുടെ ഇടയിലുള്ള അതെ ഇതില് പറയണ ജെൻസി ജെൻസി നീ ജെൻസി. ജെൻസിയാണേ. ഞങ്ങള് ജെൻസിക്ക് എന്താണ് മുതലോ അല്ല സ്റ്റോൺ അല്ലല്ല അല്ല അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ ജെൻസീസിന്റെ ഇടയിൽ ആക്ച്വലി ഇത്തരം ഇതൊക്കെ കാഷ്വൽ ആണ്. അല്ലാതെ അങ്ങനെ ഓർത്തെടുക്കുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ ഇങ്ങനെ 38 വയസ്സായ ആൾക്കാരൊക്കെ കാഷ്വലായി. അവർക്ക് ഇനി എന്താ ചിന്തിക്കാനുള്ളത്? ഇനി കാഷ്വലായിട്ടാണ് ജീവിക്കാൻ. നോ ഫേക്ക് ന്യൂസ് അല്ല, എനിക്ക് അങ്ങനെ അതുമായി റിലേറ്റ് ചെയ്ത് അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഞാൻ എന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി വേറെ മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കണക്ഷൻസ് അങ്ങനെ ഭീകരമായിട്ടില്ല. അതിപ്പോ എങ്ങനെയാ പറയാനറിയില്ല. എനിക്കത് ഇടപഴകുമ്പോൾ സംഭവിക്കുന്ന ഒരു സാധനമാണത്. എന്നുവെച്ചാൽ ഒരു കൂടുതൽ ഒരു ഫ്രണ്ട് സർക്കിളാണ് കൂടുതലും ഞാൻ ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ കഥകളില്ല. അതുകൊണ്ടാണ് അല്ല, എനിക്കങ്ങനെ എടുത്ത് നോർമൽ പ്രപ്പോസലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ഭീകരമായിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഥയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ അതാ പറഞ്ഞ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. ഞാൻ അങ്ങനെ തോന്നി അങ്ങനെ പെട്ടെന്ന് പറയുന്ന അങ്ങനത്തെ ഒരാളൊന്നും അല്ല. ഒരു പ്രത്യേകതരം ക്യാരക്ടർ, ഒരു ഭ്രാന്തൻ. ഈ പടം കൊറോണ ദവാന് ശേഷം വരുന്നതാണല്ലോ. ഞാൻ കോൺട്രവേഴ്സിക്ക് വേണ്ടി ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന ഈ ചോദ്യം, പക്ഷെ കോൺട്രവേഴ്സി അല്ല. എന്നാലും ഞാൻ ചോദിക്കാം. കൊറോണ ജവാൻ എന്നായിരുന്നല്ലോ, പിന്നീട് ദവാൻ ആയതാണല്ലോ. അതിന്റെ ഈ ഇഷ്യൂസ് ആണല്ലോ, മറ്റേ സെൻസർ ഇഷ്യൂസ് ഇപ്പൊ വീണ്ടും കത്തുവാണ്. ഇത് ഈ സെൻസർ ഇഷ്യൂസ് ഇപ്പൊ ഹാലനെ ആയാലും എന്തെങ്കിലും അവയർ ആയിരിക്കുമല്ലോ, മീഡിയ ഇൻഡസ്ട്രിയിലുള്ളതല്ലേ. അപ്പൊ ഈ സെൻസർ ഇഷ്യൂസിനെ പറ്റി എന്താ നമ്മൾ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ മാറ്റിയത് കാരണം ചിലർക്ക് ഈ പടമാണോ അതെന്ന് പോലും മനസ്സിലാവാത്ത പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിന് സാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അതന്നെ എല്ലാം ഈ സെൻസർ ഇഷ്യൂ എനിക്ക് തോന്നുന്നു. എനിക്കതിനെ കുറിച്ച് നമ്മൾ ഈ പടത്തിൽ സെൻസർ ഇഷ്യൂ ഭയങ്കര സേഫ് ആണ്, ക്ലീൻ യു ആണ്. അല്ല, ഇത് നമ്മള് മാത്രമാണ് സേഫ് ആവുന്നത് എന്നൊരു മൊത്തത്തിൽ പറയുമ്പോ, ടോട്ടലി പറയുമ്പോ അത് അതിലൊരു ബുദ്ധിമുട്ടൊന്നും. നമ്മളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഒരു ഫ്രീഡം, ഒരു മേക്കർ, ഒരു റൈറ്റർ ഫ്രീഡം ഒക്കെ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എയും എറൗണ്ടും അല്ലെങ്കിൽ യു ക്ലീൻ യു ഒക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെയും അതിന്റെ മേലെ വീണ്ടും ആ സർട്ടിഫിക്കറ്റിന്റെ മേലെ വീണ്ടും വേറെ റെസ്ട്രിക്ഷൻസും മാത്രമല്ല ഇതൊക്കെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പേരിലൊക്കെ ചില നല്ല ക്രാഫ്റ്റ് നന്നായിട്ട് നശിക്കുന്നുണ്ട്, ഒരുപാട് നശിക്കുന്നുണ്ട്. പൊളിറ്റിക്കലി അല്ലെങ്കിൽ അതാ പറഞ്ഞ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ അതെ, ഈ കല ആർട്ടിനെ അതിലോട്ടൊക്കെ അവിടെയാണ് ചില ആർട്ട് നശിക്കുന്നുണ്ട്. അവിടെ അത് അങ്ങനെ നശിക്കാൻ തുടങ്ങിയാൽ ആർട്ടിനെ അത് ഭയങ്കര രീതിയിൽ ബാധിക്കും. അതിനെ അതിന്റെ വഴിക്ക് വിടണം, അതിനെ അതിന്റെ സ്വഭാവത്തിന് വിടണം.
അത് വേറെ രീതിയിലൊന്നും സംസാരിക്കുന്നില്ലല്ലോ, അതിനെ ഓപ്പോസിറ്റ് ചെയ്ത് സംസാരിക്കാനെന്ന ആളുകളുണ്ട് ഇവിടെ. അല്ല ഇപ്പം പല അസോസിയേഷൻസ് ഉൾപ്പെടെ സമരവും നടത്തിയിട്ടും അതിനകത്ത് മാറ്റം ഉണ്ടാവില്ല. ഇപ്പം അതൊരു അതങ്ങനെ മാറും എന്ന് തോന്നുന്നില്ല. മാറില്ല. മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് സംഭവം. നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മളെന്ത് ചെയ്യും സമരത്തിന്റെ അപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി വേണ്ട സെൻസർ വേണ്ട, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇതിനു വേണ്ടി ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. പക്ഷെ ഒക്കെ ഇതിന്റെ ഒക്കെ അപ്പുറം വേറെ സ്ട്രോങ് ആണ്. അവിടെ ഓപ്പോസിറ്റ് സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറെ കഴിഞ്ഞത്. ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അതിന്റെ ഉള്ളിൽ വേറെ പല ലക്ഷ്യങ്ങളുള്ള വരുന്നവരെ നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാനും അത് തിരുത്താന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും കേട്ടോ. അത് ഭയങ്കര നോർമൽ ഇന്നാളെന്നല്ല. ആരിതിനെ പേഴ്സണലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പൊളിറ്റൈസൈസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ല അത് ഭയങ്കര ഡിസൈഡിങ് ആയിട്ട് ചെയ്തു ഉറപ്പായിട്ടും. സാധനം ചെയ്ത് വെക്കുമ്പോഴേ അത് ഭയങ്കര visible ആണ്. മുമ്പേ ഉണ്ടാകുന്ന വിലയിരുത്തലുകൾ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് ഈ പ്രശ്നം. അതാണ് അത് ഭയങ്കര വിസിബിൾ ആണ്. പ്രൊഡ്യൂസേഴ്സും ഇപ്പൊ നേരിട്ട് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇവരോട്ടൊക്കെ സംസാരിക്കുമ്പോഴേ അവരൊരു സാധനം എടുത്തു വെച്ച് ആളുകൾ കാണുന്നതിന് മുമ്പേ കുറച്ചു പേരെ വിധി എഴുതുക, അതിന് പിന്നാലെ വീണ്ടും പൈസ മുടക്കാം. ചില സിനിമകൾ ശ്രദ്ധിച്ചറിയാം, സെൻസർ ചെയ്ത് തിയേറ്ററിൽ വന്നതിന് ശേഷം പിന്നീട് ഒരു സെൻസറിങ് വേറെ നടക്കും. ഈ വർഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെ, അതൊക്കെയാണ് പ്രശ്നം. അതെവിടേക്കാണ് ഈ പേഴ്സണൽ ഇഷ്ടങ്ങളുടെ പുറകെ പോകുമ്പോഴുള്ള പ്രശ്നങ്ങളാണത്. ഇപ്പൊ ഇപ്പൊ ഇതിന്റെ ജോണർ ഒരു റൊമാൻറ്റിക് ഹ്യൂമർ അതെ അത് തന്നെയാണ് ആ ജോണർ. ആ ജോണർ കുറച്ച് ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പടത്തിന് നമ്മുടെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം റൊമാൻറ്റിക് കോമഡീസ് എന്നത് പണ്ട് കാലത്ത് ആഘോഷിക്കപ്പെട്ടതും ഇന്നുണ്ടാവുന്നതിന്റെ അളവും ചെറുതാണ്. അത് പ്രേരണമായിട്ടുണ്ടോ ഈ പടം ചൂസ് ചെയ്യാൻ? 3 പേർ അല്ല, റൊമാൻസ് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു സ്പേസ് ഉണ്ട്. ഇന്റർവെല്ലിൽ ഇങ്ങനെ വരുമ്പോൾ അതിന് സ്പേസ് ഉണ്ട്. അത് നല്ല രീതിയിൽ വരികയാണെങ്കിൽ അതിന് എപ്പോഴും ഇവിടെ സ്പേസ് ഉണ്ട്. റൊമാൻസിനൊക്കെ എപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ റോം കോം പരിപാടികൾക്കൊക്കെ എപ്പോഴും ഭയങ്കര സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഇപ്പൊ കുറെ സമയത്ത് കണ്ടന്റുകളായിരിക്കും. അത് വർക്കായി കഴിഞ്ഞാൽ വർക്കായില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കും ചെയ്യില്ല. പ്രണയത്തിന് ഒരിക്കലും വയസ്സില്ലല്ലോ, കാലഘട്ടം ഇല്ലല്ലോ. അത് ഇവന് അറിയാലോ, വർഷങ്ങളായിട്ടുള്ള പരിചയമല്ലേ, 87 മുതൽ അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാ വർഷവും അല്ല, ഞാൻ പറഞ്ഞത് എത്ര വർഷം കൂടുമ്പോഴല്ലെങ്കിലും ഏത് ഇയറിലാണെങ്കിലും ഈ പരിപാടി നന്നായി വന്നാൽ വർക്കാവും. അപ്പൊ എല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാലും ഈ റൊമാൻറ്റിക് മൂവികൾക്ക് നമുക്ക് ഒന്നുകൂടി ഒരു ഇഷ്ടമുണ്ട്. പേഴ്സണൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്. അത് ആ ഇഷ്ടം തന്നെയാണ് ഈ സിനിമ ചെയ്യാന്നുള്ള തീരുമാനത്തിലോട്ട് നമ്മൾ എത്തിയത്. പക്ഷെ ഇതിനകത്ത് വന്ന വേറൊരു കമന്റോട് ഞാൻ പറയും. ഇപ്പൊ പല സിനിമകളും ഇപ്പൊ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടല്ലോ. ഇത് തിയേറ്ററിൽ പോയി കാണാം. ഇപ്പൊ ഓഡിയൻസ് തന്നെ അങ്ങനെ ചിന്തിക്കുന്ന OTT കാണാം. നമ്മളെല്ലാവരും സാധാരണ പ്രേക്ഷകർ തന്നെയാണല്ലോ. ഇത് ചിലത് OTT കാണാമെന്ന് നമ്മൾ തീരുമാനിക്കും, ചിലത് തിയേറ്റർ വാച്ച് എന്ന് തീരുമാനിക്കും. ഇത് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? തിയേറ്ററിൽ പോയി ഒരു ഫാമിലി ഓഡിയൻസ് നമ്മളിപ്പോ ഒരു ചെറിയ സ്ക്രീനിൽ കാണുന്നതും വലിയൊരു സ്ക്രീനിൽ കാണുന്നതും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നല്ല സിനിമകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസും വളരെ ഡിഫറെന്റ്. ഇപ്പൊ നമ്മൾ ഒരു ലിവിംഗ് റൂമിലിരുന്ന് TV-ലിരുന്ന് കാണുന്ന ഒരു ഫീല് അത് ഡിഫറെന്റ് ആണ്. തിയേറ്ററിൽ പോയി അപ്പുറത്ത് ആൾക്കാർ ഇരുന്ന് കാണുന്ന ഒരു ഫിലിമിന്റെ പെർസ്പെക്റ്റീവും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ പറയുന്ന റോം കോം ഒക്കെ ആകുമ്പോ കോമഡി പടങ്ങളും അതൊക്കെ ആകുമ്പോ ചിരിച്ചുകൊണ്ടിരുന്ന് കാണുന്ന ഒരു ഫീലിംഗ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. സോ ഐ തിങ്ക് എവരിവൺ ഷുഡ് ഗോ ആൻഡ് വാച്ച് ദിസ് ഇൻ തിയേറ്റർ. ചിരി ഒരുമിച്ചിരുന്ന് അങ്ങനെയല്ല, എനർജി അല്ലേ, ഇറ്റ്സ് ആൻ എനർജി അല്ലേ. അപ്പൊ ഇറ്റ്സ് എ ഫീൽ ഗുഡ് എനർജി. കംപ്ലീറ്റ് പാക്കേജ് ഉണ്ട്. സോങ് അതിലപ്പുറം ഇത് ഉറപ്പായിട്ടും ഇത് ആക്ച്വലി ഫാമിലി ആയിട്ട് തന്നെ പോകണം എന്ന് പറയാനുള്ള കാരണം ഇതിനകത്ത് എല്ലാ ഇഷ്ടങ്ങളും ഉണ്ട്. ഒരു കുടുംബത്തിൽ അടങ്ങാവുന്ന തരത്തിൽപ്പെട്ട എല്ലാ ഇഷ്ടങ്ങളും ഉണ്ട്. ഇപ്പം ലവ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമല്ലല്ലോ ഉള്ളത്. അല്ല, ഐ മീൻ അതിപ്പോ കാമുകിയോടുള്ള അത് മാത്രമല്ലല്ലോ, അതിന് മാത്രം ലവ് എന്ന് പറയില്ലല്ലോ. മൊത്തം ഉണ്ട്. അവന്റെ കൂട്ടുകാരന്മാരോട് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സിനിമ. അപ്പൊ ഉറപ്പായിട്ട് അത് ഫാമിലിയെ ഒന്നിച്ചിരുന്ന് കാണണം എന്നുള്ളതാണ്. ഒരു ഫാമിലി എന്റർടൈൻമെന്റ്, ഒരു പറയുന്ന പോലെ. അതെ, ഫാമിലി പാക്ഡ്. +2 കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിട്ടാണ് കോളേജിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ഈ നിങ്ങൾക്ക് ഇതുപോലെ 6 വർഷത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവില്ല ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അരിയർ സപ്ലൈയോ സപ്ലൈ ഇഷ്ടം പോലെ സപ്ലൈ ഉണ്ട്. ഇപ്പൊ സപ്ലൈ ഒന്നുമില്ല നമുക്ക്. സപ്ലൈ ഇപ്പോഴും അല്ല, ഞാൻ
ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 28 കുറെ സപ്ലൈ ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ ബിടെക്. 28 സപ്ലി 28ന് മേലെ 60 സംതിങ് സബ്ജക്ട് ഉണ്ട്. 28 സപ്ലൈ ഉള്ളൂ, പകുതിയില്ല. അപ്പൊ പിന്നെ അത് അവസാനം എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഞാൻ തന്നെ അത് നിർത്തി. ആ 4 വർഷം കംപ്ലീറ്റ് ചെയ്തോളൂ. പിന്നെ എന്തൊക്കെ ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. പിന്നെ പോയി പിന്നെ അവരെന്നെ വീണ്ടും കാണണം. പിന്നെ അപ്പോഴേക്കും പിന്നെ സിനിമ ഉണ്ട് സ്ട്രോങ് ആയപ്പോ എനിക്ക് സപ്ലൈ ഒന്നും ഉണ്ടായിട്ടില്ല. സപ്ലൈ ഞാൻ ഒന്നാമത് പഠിച്ച കോളേജിൽ അവിടെ ഇയർ ആയിരുന്നു. സപ്ലി വരൂലല്ലോ, സെം വരുമ്പോഴല്ലേ സപ്ലി വരുന്നുള്ളൂ നമുക്ക് അധികവും. നീ പഠിച്ചത് മറ്റേ ഡ്രാമ തിയേറ്റർ ആയിരുന്നു, സ്കൂൾ ഓഫ് ഡ്രാമ. അവിടെ ഇയർ ആണ്. ഇയറിലാണോ ഓരോ ഇയർ ഗ്യാപ്പിലില്ല, ഇടയ്ക്കില്ല. അപ്പൊ ഈ നമുക്ക് ഓക്കെ ലാസ്റ്റ് ഈ പടത്തിലേക്ക് വരുമ്പോഴേക്കും ഇപ്പൊ സിദ്ധിന്റെ പാട്ട് ഒരെണ്ണം ഭയങ്കരമായിട്ട് കത്തുന്നുണ്ട്. ഇപ്പൊ അധികം ഇത് എടുക്കുമ്പോഴേ നമ്മൾ ഈ വിശ്വസ്തമായ തോളസ് ഉണ്ട്. മാത്രമല്ല ഇത് 5 ഭാഷയിലോളം ഇത് വരുന്നുള്ളത്. നമുക്ക് അങ്ങനെ 5 ഭാഷയിലോളം ഡബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? 5 ഭാഷയിലും കാണാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇത് ഈ റൊമാൻസ് പ്രണയം എന്ന് പറഞ്ഞത് ഭയങ്കര ആ സബ്ജക്ട് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇല്ല, എപ്പോഴും അതിന് ഭാഷ ഒരു ബാരിയർ അല്ലല്ലോ. സോ അത് തന്നെയാണ് ഇതിന്റെ നമ്മുടെ ഒരു കോൺഫിഡൻറ്റ്. അത് തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ വർക്ക് ആവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലല്ല, അത് അവരെ നമ്മള് തന്നെ ഇപ്പോഴും തീർന്നില്ല. ഒന്നില്ല, ഞാനല്ല പടത്തിന് ഡബ് ചെയ്തു. അതാണ് പറഞ്ഞോളൂ. അത് എന്റെ വോയിസ് ക്യാരക്ടർ ക്യാപ്റ്റല്ല തോന്നിണ്ടാവും. ഡയറക്ടറുടെ കോളാണല്ലോ. അല്ല, ഇവള് ഭയങ്കര കുട്ടിയാ. അതെ, അതാണ് ഞാൻ ഇടപെടുന്നത്. പോയാലേ ആവൂല. ഞാൻ പറഞ്ഞ കാര്യ, അവള് കുട്ടിയാ. അവളെന്താ പറയാ, എന്താ ചെയ്യാ ഒന്നും പിടുത്തം കിട്ടൂല. അല്ലെങ്കിൽ വല്ലതും പറയുള്ളൂ. അല്ലല്ല, ഡയറക്ടറുടെ കോളാണല്ലോ. ഇപ്പൊ ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നത് ഡയറക്ടറാണ്, ക്രിയേറ്റീവ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വോയിസ് ആയിരുന്നു അത്. എന്റെ വോയിസിന്റെക്കാളും ആപ്റ്റായിട്ട് തോന്നിയത് അതായിരുന്നു. നവംബർ 14. അതെ, ശിശുദിനവുമായി ബന്ധപ്പെട്ട രാവിലെ ഒരു 6:30 എണീക്കും അല്ലേ? എന്നിട്ട് എല്ലാരും ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ റോസാപ്പൂ കുത്തി രാവിലെ ഞങ്ങൾ ക്ലബിൽ പോകും. നാട്ടില് അവിടെ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ നിനക്ക് ശിശുദിനം വന്ന് അറിഞ്ഞിട്ട് ഞാൻ ഏതൊക്കെയോ വർഷം ശിശുദിനം അറിഞ്ഞിട്ട് പോലും ഇല്ല. 14 ശിശുദിനാണ് പറഞ്ഞത്. ഇല്ല, ആക്ച്വലി കാമുകന് 14 നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നമ്പർ. കാരണം മെയ് 14 എന്റെ ബർത്ത്ഡേ. പിന്നെ ഈ പടം കാണുമ്പോ മനസ്സിലാവും എന്തുകൊണ്ട് നവംബർ 14. അത് മെയ് 14 അല്ല, നവംബർ 14 മെയ് 22 ഇമ്പോർട്ടന്റ്. നവംബർ 14 എന്തുകൊണ്ടാ, മെയ് 22 മെയ് 14 എന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് ഈ പടം കാണുമ്പോ മനസ്സിലാവും. അത് ശരിയാട്ടോ. എന്റെ പൊന്ന് ദൃശ്യ ഷൂട്ട് തുടങ്ങി ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ബ്രില്യന്റ് സാധനം പറഞ്ഞപ്പോഴാ. അത് ശരിയാട്ടോ, റിലീസ് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല, അതാ പ്രശ്നം. അല്ലല്ല, അൺഎക്സ്പെക്ടഡ് ആണ്, സംഭവിച്ചതാ. ഡയറക്ടറിന്റെ ഡയറക്ടർ ബ്രില്യൻസ് ആണ് ഞെട്ടി. സത്യം പറഞ്ഞില്ലെങ്കിൽ വെല്ലം ദൃശ്യം. അത് പക്ഷെ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ്. ശ്രദ്ധിക്കേ.
പടങ്ങൾ ഇപ്പൊ നമ്മുടെ മലയാള സിനിമ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇപ്പൊ ഏറ്റവും കൂടുതൽ റിലീസ് ആകുന്ന സിനിമകളും ഇപ്പൊ പ്രണവിന്റെ പടമായിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ പടങ്ങളും നമ്മൾ നോക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഓരോ പടങ്ങളുടെ ട്രെയിലർ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഇവിടെ റിലീസ് ആകുന്ന ലേറ്റസ്റ്റ് പടങ്ങൾ പോലും സംസാരിക്കുന്നുണ്ട്, ഇവിടുത്തെ കണ്ടന്റുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. നിങ്ങളും ഇതിന്റെയൊക്കെ കണ്ടന്റുകളുടെ ഭാഗവും ആവാറുണ്ട്. ഇപ്പൊ തല്ലുമാലയൊക്കെ എന്തുമാത്രം ചർച്ച ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാവുന്ന. ഞാൻ തല്ലുമാല മാത്രം ഫോക്കസ് ചെയ്ത അതായത് പല പടങ്ങളും ഇതുപോലെ ഇപ്പൊ റിലീസ് ആവുന്നതിന് ഉൾപ്പെടെ നമ്മുടെ കണ്ടന്റുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുമുണ്ട്. ബാക്കി സ്റ്റാർ വാല്യൂസിന് പകരമായിട്ട് കഥകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന പോലെ അങ്ങനെ പല കഥകളും കേട്ട് മിസ്സായി പോയോ അല്ലെങ്കിൽ നമ്മളായിട്ട് പിച്ചിങ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഫോർ എക്സാമ്പിൾ അല്ല അത് നമ്മൾ കഥ കേട്ട് മിസ്സായി പോയതുണ്ട്, ചില ഡേറ്റിന്റെ ഇഷ്യൂ കൊണ്ടൊക്കെ മാറിയതുണ്ട്. അതൊക്കെ ഇതെന്താ പറയുക, ഇതിപ്പോ ഈ ഡേറ്റോ അല്ല, സിനിമ ഉള്ള കാലത്തോളം നമ്മൾ സിനിമയിലുള്ള കാലത്തോളം സംഭവിക്കുന്ന വളരെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അത് ഏതൊരു ആക്ടറിനും എല്ലാവർക്കും സംഭവിക്കുന്നത്. ആക്ടർ മാത്രമല്ല, ഇപ്പോൾ ടെക്നീഷ്യൻസിനാണെങ്കിലും DOPക്കാണെങ്കിലും ഡയറക്ടർക്കാണെങ്കിലും എല്ലാവർക്കും സംഭവിക്കണം. ചിലപ്പോൾ ഒരു സിനിമയുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഷൂട്ട് തന്നെ ഒരു 6 months ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മറ്റു സിനിമയിലോട്ട് ചിലപ്പോൾ പോകാൻ പറ്റില്ല. അത് നമ്മൾ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, അഗ്രിമെന്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ച സിനിമകളൊക്കെ ഉണ്ട്. അത് പക്ഷെ അതിനെല്ലാം നല്ലതിനായിരിക്കും. പരാജയങ്ങൾ ഉണ്ടാവും, വിജയങ്ങൾ ഉണ്ടാവും. നമുക്ക് വിഷമിക്കാനോ ഒരു പരിധിക്കപ്പുറം വിഷമിക്കാനോ ഒരു പരിധിക്കപ്പുറം സന്തോഷിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പിന്നെ അടുത്ത് നമുക്ക് വീണ്ടും അതിങ്ങനെ പോകും. എത്രയോ പടങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ പോയി അതൊക്കെ ഒരു പക്ഷെ വിഷമിച്ച കാര്യമില്ല, ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ കൂടുതൽ വിസിബിൾ ആവാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്ത അതിനുശേഷം ഞാൻ ഇപ്പൊ ഇതില്ലെങ്കിലും ഉണ്ടെങ്കിലും ഐ നോ ടു സർവൈവ്. മാത്രമല്ല അവൾക്ക് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും അവളുടെ ഹാപ്പി വെഡിങ്ങിലെ ക്യാരക്ടറൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അതാണല്ലോ ഒരു വലിയ പോസിറ്റീവ്. ആക്ച്വലി ഞങ്ങളും ഭയങ്കര അത്ഭുതപ്പെട്ടു. ഭയങ്കര പോസിറ്റീവ് അല്ലേ? ശരിക്കും ട്രെയിലർ ഇറങ്ങിയിട്ടും സോങ് ഇറങ്ങിയിട്ടൊക്കെ കൂടുതൽ കമന്റ്സും അതിനാണ് വരുന്നത്. ഹാപ്പി വെഡിങ്ങിനൊക്കെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. ഈ കുട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് 10 വർഷത്തോളമായി. അതെ അത് വെരി താങ്ക്ഫുൾ, വെരി ഗ്രേറ്റ്ഫുൾ ആ ഒരു സംഭവത്തിന്. കാരണം എനിക്കറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ആൾക്കാര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ ഇവര് ഇങ്ങനെ കമന്റ്സിന്റെ കാര്യം ഓരോന്നോരോന്ന് ഇപ്പൊ ഓരോരോ ഇന്റർവ്യൂല് വരുമ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കമന്റ് സെക്ഷനിൽ കൂടുതൽ ദൃശ്യന്റെ ഞാൻ അപ്പോഴാണ് അറിയണത് സംഭവത്തിന്റെ കാര്യം. ഹാപ്പി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു, അത് ക്ലിക്ക് ചെയ്ത് ലോൺ അപ്ലൈ ചെയ്ത ഒരു പരിപാടി. അത് ഭയങ്കരമായിട്ട് പലർക്കും എന്നെ പോലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഞാൻ പല ലിങ്കുകളും ക്ലിക്ക് ചെയ്യാറുണ്ട്, എനിക്ക് ഇതുവരെ ലോൺ തന്നിട്ടില്ല. അല്ല, പല ലിങ്കും ക്ലിക്ക് ചെയ്യരുത്. അല്ല, എങ്ങനത്തെ ആണെങ്കിലും ഇപ്പൊ ഞാൻ അന്നുണ്ടായത് ഞാൻ പറയുന്നത്, അത് ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ മെസ്സേജ് വന്നിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ്. ഈ വേറെ ലിങ്കൊക്കെ പോയി പൈസ മണി ട്രാപ്പായി. എല്ലാ ലിങ്കും തുടരുത്. ഏത് സംഭവിക്കാം. അതാ പറഞ്ഞ എല്ലാ ലിങ്കും തുടരുത്. അങ്ങനത്തെ ലിങ്ക് ഇല്ല, പൈസയുടെ ലിങ്ക് മാത്രമേ ഞാൻ ക്ലിക്ക് ചെയ്തു. പക്ഷെ എനിക്കൊന്നും വന്നിട്ടില്ല. അതല്ല, ഫെഡറൽ ബാങ്ക് പോയിട്ട് എന്റെ സ്വന്തം ബാങ്ക് ലിങ്ക് മെസ്സേജ് അയക്കാറില്ല. ആദ്യം അടയ്ക്കാനുള്ളത് അടയ്ക്കണേ, അപ്പൊ തരൂ. അല്ലല്ല, അന്ന് നമ്മളൊക്കെ നീ പറഞ്ഞ തന്നെ അതേ സിറ്റുവേഷൻ തന്നെയാണ് എന്റെയും. തന്നെയാണ് ഞെക്കി നോക്കുമ്പോഴൊന്നും കണ്ട. അതായത് അങ്ങനെ ആവശ്യമുള്ള സമയത്ത് അങ്ങനെ ഒന്നും കണ്ട ഞെക്കി നോക്കരുത്. ഞാൻ ഇടയ്ക്ക് നക്കലുണ്ടേ, അതുകൊണ്ടാണ് ലോൺ കിട്ടാത്ത. എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ അത് കിട്ടി, തിരിച്ചടക്കം ചെയ്തു. ഇപ്പൊ അത് തിരിച്ചടക്കാൻ ഞാൻ കാറ് മേടിക്കുക ചെയ്ത് അത് കിട്ടിയിട്ട്. അല്ല, അത് കിട്ടിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇതിപ്പോ എന്താ ചെയ്യേണ്ടത് അറിയാണ്ട്. ഇനിയിപ്പോ ചെലവായി പോവും, ഞാൻ ഇത് അടക്കണം, EMI അടക്കണം എന്നിട്ട് അങ്ങനെ ഞാൻ കാർ എടുത്ത്. അപ്പൊ ഇതിന്റെ EMI കാറിന്റെ EMI ആയി. ഈ 2 EMI അടക്കാൻ പറ്റും, വേറെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പുറത്ത് കടം വാങ്ങി. അപ്പോഴേക്കും പിന്നെ അങ്ങനെ എന്തോ ഭാഗ്യത്തിന് സിനിമക്ക് വന്നിട്ട് അങ്ങനെ അതൊക്കെ കിട്ടി. ഈ കൊളാബറേഷന്റെ കാര്യം കൂടെ വെച്ച് നമുക്ക് അവസാനിക്കും. ഇപ്പൊ കൊറോണ അന്ന് കേട്ട കഥയാണോ അതോ അതിനുശേഷം പിന്നീട് കേട്ടോ? അതിന്റെ ഒരു വർക്കിംഗ് പ്രോസസ് അല്ല, എനിക്ക് തോന്നുന്നു ഇവരെ മനസ്സിൽ ഈ കഥ ഉണ്ട് അന്ന് മുതൽ, അതിന് ശേഷമൊക്കെ ഉണ്ട്. പക്ഷെ എന്നോട് പറയുന്നത് നമ്മള് ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒക്കെ ഒരു 6-7 മാസം മുന്നൊക്കെ ആയിരിക്കും. ഇവര് പല വേറെ സ്ക്രിപ്റ്റുകളും പ്ലാൻ ചെയ്തിരുന്നു, പല രീതിയിൽ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇവര് പിന്നെ ഇതിലോട്ട് എത്തിയിട്ട് CC എന്നോടൊന്ന് പറയുന്നു, CC റൊമാൻസാ. അപ്പൊ അവൻ
റൊമാൻസ് സീസി മറ്റേ കൊറോണ പോലത്തെ നമുക്കറിയാലോ. സുജയാണ് എഴുതുന്നത്. സുജയ ഒരിക്കലും മുഖത്ത് ഒരു റൊമാൻസും കാണിക്കാത്ത, നമ്മള് സംസാരിക്കുമ്പോ ഒന്നും അങ്ങനെ കാണിക്കാത്തൊരു പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല, ഒറ്റ വികാരത്തിൽ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ എഴുതി വെച്ചിട്ട് ഭയങ്കര റൊമാൻസ്. എന്നിട്ട് നമുക്ക് പറഞ്ഞത് നമുക്ക് ഇതിനോടൊക്കെ ഭയങ്കര അങ്ങനത്തെ നമ്മൾ കുറെ കാലമായിട്ട് കാണാത്ത, നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയങ്കര നൊസ്റ്റാൾജിക് ഒരു ഫീൽ തരുന്ന ഒരു പ്രണയം ഉണ്ടല്ലോ. ഈ കഥ നടക്കുന്നതിന് 2013-14 കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ വാട്സപ്പോ അങ്ങനെ അതൊന്നും ഭയങ്കര യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന പ്രണയവും അത് ഇങ്ങനത്തെ ഒരാൾക്ക്, നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് ഗേൾസിനോടൊന്നും അധികം സംസാരിക്കാത്ത ഒരാൾക്ക് ഉണ്ടാവുന്നൊരു സുഖം ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് ഒന്നുകൂടി അനുഭവിച്ചാലോ എന്നുള്ള രീതിയിലാണ് വീണ്ടും അതെ. ഇപ്പൊ നിങ്ങൾ മൂന്നുപേരിലേക്കും ഒരാൾക്ക് കഥ എത്തണം. ഞാൻ ദൃശ്യം എന്ന് പറയാം. ഇപ്പൊ ദൃശ്യം എന്നെ പറഞ്ഞു എത്താൻ പാടായി, പലർക്കും അറിയില്ല അവൈലബിൾ ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുക, നിങ്ങൾ കണക്ട് ചെയ്യാനുള്ള പോയിന്റുകൾ എങ്ങനെ? നിങ്ങളൊരു സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യണം. ഞാൻ ദൃശ്യം എന്താണ് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമില് പോയി എന്റെ ഇമെയിൽ കാണാൻ പറ്റും. ഇമെയിലിൽ പോയി ഇമെയിൽസ് ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ടാണ് നോക്കാറുള്ളത്. അപ്പൊ ഇമെയിൽസ് ചെക്ക് ചെയ്യാറുണ്ട്. ഇല്ല, ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന അത്ര വലിയ ബുദ്ധിമുട്ട് ഇവിടെ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞേ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പേസാ. സിനിമകൾ വല്ല ഗംഭീര സിനിമകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഭയങ്കര ചെറിയ സ്പേസ്. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഭീകര കണക്ഷൻ ഉണ്ട്. ഇവിടേക്ക് ഒരാൾക്ക് ആരെങ്കിലും ഒരാളെ കണക്ട് ചെയ്താൽ തന്നെ വലിയ വഴി പ്രശ്നമില്ല. പക്ഷെ ഇൻസ്റ്റയിൽ മെസ്സേജ് നോക്കാറുണ്ട് നമുക്ക്. ഹായ് ബ്രോ ലൈക്ക് തരുമോ അതൊന്നും നോക്കല്ല. ഹായ് എന്ന് മാത്രം അയച്ചാൽ അതെ. അയ്യോ അല്ല, എന്നാലും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, മനഃപൂർവ്വം അല്ല, കഥ അല്ല കഥ. പിന്നെ നിന്റെ കൂട്ടുകാർ 9-10 കൊല്ലമായിട്ട് അവൻ അയച്ച മെസ്സേജോ അല്ല 9-10 കൊല്ലമായിട്ട് പിന്നെ ഞാൻ അയച്ച മെസ്സേജ് ഇവൻ കണ്ടത് അതിഭീകര കാമുകന്റെ ഷൂട്ട് തുടങ്ങിയതിന് ശേഷം. അങ്ങനെയുള്ള അർത്ഥമാണ്. അല്ല, ഇൻസ്റ്റാഗ്രാം കാണും, പോകും. ഞാൻ പറയട്ടെ, കുറെ മെസ്സേജ് വരുന്നതിൽ കാണും. പക്ഷെ എന്റെ പേഴ്സണൽ നമ്പർ കുറെ പേർക്ക് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്റെ ഇപ്പോഴുള്ള മാനേജർ ഇൻ ദ സെൻസ് ഇങ്ങനെ കുറെ കോൾസ് വരുമ്പോഴൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു എന്റെ ഫ്രണ്ട് ഉണ്ട്. അവനൊക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാം. ഇനി എനിക്ക് നിനക്ക് നമ്പറാണ് ഞാൻ തരാം. എന്നിട്ട് വന്ന് കഥ പറയാൻ പറയും. എന്താണ് എന്നെ വിളിച്ചാ മതി. എന്താ പ്രശ്നം? ഇത് വളരെ ലൈറ്റ് പരിപാടിയല്ലേ. വിളിച്ചാ കിട്ടൂലേ? വിളിക്കാ വിചാരിച്ചാ കിട്ടും. വേണമെന്ന് വിചാരിച്ച വെറും മെസ്സേജ് മാത്രല്ല, അപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ കൂടി നോക്കാം. എന്തായാലും ഈ വരുന്ന ശിശുദിനത്തിൽ നവംബർ 14 അതിഭീകര കാമുകൻ റിലീസിന് എത്തുകയാണ്. 3 കുട്ടികളുടെ ശിശുക്കളായിട്ട് കണ്ട് നിങ്ങൾ ഇവരെ വിജയിപ്പിക്കുക. ഈ സിനിമ തിയേറ്ററുകളിൽ പോയി കാണുക. പിന്നെ ദൃശ്യ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു സസ്പെൻസ് നവംബർ 14 ബന്ധപ്പെട്ട് ഈ സിനിമയ്ക്ക് എത്തുന്നുണ്ട്. അല്ല, അത് ഞങ്ങൾ ഇങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെച്ചാ മതി. ഹൈപ്പ് കുറയ്ക്കണല്ലോ ഇപ്പൊ മാത്രം. ചിലപ്പോ ഞങ്ങൾക്ക് തോന്നുന്ന അതൊരു ഡയറക്ടർ ബ്രില്യൻസ്, ഞങ്ങൾക്ക് അത് എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നി. അല്ല, ഞങ്ങൾക്ക് അത് എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയത് അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ്. സംസാരിക്കേണ്ട കാര്യമില്ല. ഇല്ല, അതാണ്. ഓക്കെ, എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ യുവർ ടൈം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ബ്രോ. താങ്ക് യു.